അന്തരിച്ച പാലാ നിലപ്പനയിൽ എസ് രാമേന്ദ്രൻ നായരുടെ കണ്ണുകൾ കാഴ്ചകളുടെ ലോകത്ത് ഇനി 2 പേർക്ക് പ്രകാശം നൽകും. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പാതയിൽ സജീവമായ കുടുംബമാണ് തിരുവിതാംകൂർ ബോർഡ് ജീവനക്കാരനായിരുന്ന എസ് രാമേന്ദ്രൻ നായർ. മരണാനന്തരം തന്റെ കണ്ണുകൾ ദിവ്യാംഗരുടെ സംഘടനയായ സക്ഷമയ്ക്ക് ദാനം ചെയ്യാൻ അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. മക്കളായ ആർ ശങ്കരനാരായണൻ, എൻ.ആർ. മധു, എൻ.ആർ. ഉണ്ണികൃഷ്ണൻ, എൻ.ആർ. പ്രകാശൻ എന്നിവർ പിതാവിന്റെ മരണവിവരം അറിയിച്ചതിനെ തുടർന്ന് സക്ഷമയ്ക്കു വേണ്ടി കോട്ടയം ചൈതന്യ കണ്ണാശുപത്രിയിൽ നിന്നെത്തിയ റിക്കവറി ടെക്നീഷ്യൻ ലജിത് കെ കണ്ണുകൾ ഏറ്റെടുത്തു. കണ്ണുകൾ ദാനം ചെയ്ത കുടുംബാംഗങ്ങളെ BJP മേഖലാ പ്രസിഡന്റ് N. ഹരി, RSS പൊൻകുന്നം സംഘജില്ലാ സേവാ പ്രമുഖ് CK അശോകൻ എന്നിവർ വീട്ടിലെത്തി അനുമോദിച്ചു. ആ പുണ്യകർമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം വിവരണാതീതമാണ്. നമ്മുടെ രാജ്യത്ത് 1 കോടി ആൾക്കാർ കാഴ്ചയില്ലാത്ത ആൾക്കാരായിട്ടുണ്ട്. ആ 1 കോടി ആൾക്കാരിൽ 40 ലക്ഷം പേര് നേത്ര പടലത്തിന്റെ തകരാറ് കൊണ്ടാണ് കാഴ്ചയില്ലാത്തവരായിട്ട് ഉള്ളത്. അർത്ഥം അവർക്ക് ശസ്ത്രക്രിയയിലൂടെ കാഴ്ച തിരികെ ലഭിക്കും. ആരെങ്കിലും നേത്രപടലങ്ങൾ മരണശേഷം ദാനം ചെയ്താൽ മാത്രമാണ് ഈ 40 ലക്ഷം പേർക്ക് കാഴ്ച കിട്ടുക. ഈ 40 ലക്ഷം പേരിൽ 10 ലക്ഷത്തോളം പേര് കുട്ടികളാണ്. കാഴ്ച എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ വില നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് എന്ന് നമ്മൾ പറയും. കാരണം കൃഷ്ണമണിക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. കാഴ്ചയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം വിരസമായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. i4u ന്യൂസ്, പാലാ.